ഇന്ത്യൻ സിനിമയിലെ, പ്രത്യേകിച്ച് തമിഴ് സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായ നടന്മാരിൽ ഒരാളാണ് സൂര്യ ശരവണൻ ശിവകുമാർ. മികച്ച അഭിനയം, വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ, സാമൂഹിക പ്രതിബദ്ധത എന്നിവയാൽ അദ്ദേഹം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയിട്ടുണ്ട്. 1975 ജൂലൈ 23 ചെന്നൈയിൽ പ്രശസ്ത തമിഴ് നടൻ ശിവകുമാറിന്റെ മകനായാണ് സൂര്യ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ കാർത്തിയും പ്രശസ്ത നടനാണ്. ചെന്നൈയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സൂര്യ സിനിമയിൽ വരുന്നതിനു മുമ്പ് ഒരു ഗാർമെന്റ് എക്സ്പോർട്ട് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. 1997 നേറുക്കുനേർ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ വിജയങ്ങൾ നേടാനായില്ലെങ്കിലും നന്ദ 2001 എന്ന ചിത്രത്തിലെ അഭിനയം സൂര്യയ്ക്ക് ഒരു വഴിത്തിരിവായി. അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ സൂര്യ തമിഴ് സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാന സിനിമകൾ: കാക്ക കാക്ക 2003 ഒരു പോലീസ് ഓഫീസറുടെ റോളിലെത്തി മികച്ച വിജയം നേടി. പിതാമകൻ 2003 വിക്രം പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ ഒരു കള്ളന്റെ വേഷം ചെയ്ത് നിരൂപക പ്രശംസ നേടി. ഗജിനി 2005 ഓർമ്മക്കുറവുള്ള ബിസിനസ്സുകാരന്റെ വേഷം അവതരിപ്പിച്ച് ഇന്ത്യയൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രം പിന്നീട് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. വാരണം 1000 2008 അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിൽ എത്തി മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടി. സിംഗം സീരീസ് 2010, 2013, 2017 പോലീസ് ഓഫീസറായ ദുരൈ സിംഗം എന്ന കഥാപാത്രം സൂര്യയുടെ ആക്ഷൻ ഹീറോ ഇമേജ് ഉറപ്പിച്ചു. സൂരറൈപോഡ് 2020 എയർ ഡെക്കാൻ സ്ഥാപകൻ GR ഗോപിനാഥിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിനിമ. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ജയ് ഭീം 2021 ആദിവാസികൾക്കു വേണ്ടി പോരാടുന്ന അഭിഭാഷകനായ ജസ്റ്റിസ് കെ. ചന്ദ്രുവിനെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. സാമൂഹിക പ്രസക്തിയുള്ള ഈ ചിത്രം വലിയ നിരൂപക പ്രശംസ നേടി. അഭിനയ മികവിന് സൂര്യയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര അവാർഡ് 2, മികച്ച നടൻ ഉൾപ്പെടെ. ഫിലിംഫെയർ അവാർഡ് സൗത്ത് 6, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 5. അഭിനയത്തിനു പുറമെ സൂര്യ 2D എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനിയും നടത്തുന്നു. 36 വയതിനിലെ പസംഗ 2, ജയ് ഭീം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിലൂടെ നിർമ്മിച്ചു. 2006 അദ്ദേഹം അഗരം ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. തമിഴ്നാട്ടിലെ പാർശ്വവത്കരിക്കപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സൂര്യ 2006 പ്രശസ്ത തെന്നിന്ത്യൻ നടി ജ്യോതികയെ വിവാഹം കഴിച്ചു. അവർക്ക് ദിയ, ദേവ് എന്നിങ്ങനെ 2 മക്കളുണ്ട്. തന്റെ കരിയറിലെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തത പുലർത്താൻ ശ്രമിച്ച സൂര്യ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള താരങ്ങളിലൊരാളായി തുടരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.